ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈലേജ് ടെസ്റ്റിംഗ് ആട്ടോ നടത്താൻ പോകുന്നത്. അതായത് RS200 BS6 2020 മോഡലിൻ്റെ, അതായത് നമ്മുടെ വണ്ടിയുടെ തന്നെ ഒരു ചെറിയ മൈലേജ് ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഇപ്പോൾ കറക്റ്റ് ലോ ഫ്യൂലാട്ടോ, മിസ്സിങ് അടിച്ചു നിർത്തിയതാ, ഓടി തീർത്തു. അതായത് വണ്ടിക്കകത്ത് കിടന്നു ഫ്യൂല് മൊത്തം ഓടി തീർത്തു. അപ്പോൾ ഇനി അടുത്ത കുറച്ച് കറക്റ്റ് 1 ലിറ്റർ പെട്രോൾ നമ്മൾ ഒഴിച്ചിട്ട് കറക്റ്റ് എത്ര കിലോമീറ്റർ, അങ്ങനെയാണ് ഇന്ന് അതായത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ ഒരു വട്ടം ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്കൊരു 38 കിലോമീറ്റർ സംതിങ് കിട്ടിയായിരുന്നു. പക്ഷെ അത് ഹൈവേയിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് മൂന്നാറാണ് പോകുന്നത്. അപ്പോൾ മൂന്നാർ ഗ്യാപ്പ് റോഡ് വരെ പോയിട്ട് വരാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്രോൾ ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം എത്ര നമുക്ക് മൈലേജ് കിട്ടുമെന്ന്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എടുത്തറ അടിയിൽ എന്തോ കുറച്ചുണ്ട്, അതേ ഉള്ളൂ. ഇതല്ലേ രണ്ടാമത്തെ കുപ്പി, ഇതല്ലേ 2 കുപ്പി പെട്രോൾ ഉണ്ട് കേട്ടോ. ഇത് കറക്റ്റ് 1 ലിറ്ററും മറ്റേത് കറക്റ്റ് 100 രൂപയ്ക്കുള്ളൂ. ഇപ്പോൾ 1 ലിറ്റർ പെട്രോള് ടാങ്കിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എത്ര കിലോമീറ്റർ ഓടുമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രിപ്പ് സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ 20 കറക്റ്റ് കാണാം, 28 477 ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് 1 ട്രിപ്പ് 2 0 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രിപ്പ് 1ൽ തന്നെ നമുക്ക് എത്ര കിലോമീറ്റർ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് പോകട്ടെ മറ്റന്മാരെ. അപ്പോൾ നമ്മൾ മൂന്നാറല്ല കേട്ടോ പോകുന്നത്. മൂന്നാർ പോകാൻ നേരത്ത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ. പിന്നെ നമ്മളോർത്ത് നേരെ കമ്പം പിടിക്കുകയാണെങ്കിൽ പോയി നൈസായിട്ടൊരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വരാം. ഇപ്പം കറക്റ്റ് 17.4 കിലോമീറ്ററാണ് ആയേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം എത്രത്തോളം ഓടുമെന്ന് നോക്കാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന പറഞ്ഞൊരു എനിക്ക് തോന്നുന്നൊരു 10-35 മോളിൽ കിട്ടുകയാണെങ്കിൽ ഹാപ്പിയാണ്. കാരണം നേരത്തെ അത് കിട്ടിക്കൊണ്ടിരുന്നതാണ്. നമ്മളതിൻ്റെ എക്സോസ്റ്റ് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. എക്സോസ്റ്റ് ഊരി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് മൈലേജ് തീരെ ഇല്ലാതായി. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ സംസാരിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ സംഭവമാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് നെടുങ്കണ്ടമാണ്. പോട്ടെ ഇതല്ലേ കമ്പം വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി മിസ്സടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് 3 പ്രാവശ്യം മിസ്സടിച്ച് നിന്നു. പിന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് ഓർത്തത്. പക്ഷെ അത്യാവശ്യം സിറ്റി കൂടെയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അത്യാവശ്യം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ നൈസായിട്ടുള്ള കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് സ്ട്രെയിറ്റ് റോട്ടിൽ കൂടെ മാത്രമല്ല നമ്മൾ ഓടിച്ചത്,
അത്യാവശ്യം എല്ലാ ടെറൈനിലും കൂടെ ഓടിച്ച് കഴിഞ്ഞിട്ടുള്ള മൈലേജാണ് നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഹാപ്പിയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 35 എബോവ് കിട്ടുവാണെങ്കിൽ ഓക്കെ, ഞാൻ ഹാപ്പിയാണെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 200 cc നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അത്രയും മൈലേജ് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കമ്പനി പറയുന്നത് 35 കിലോമീറ്റർ മൈലേജാണ് കമ്പനി പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അത്രയും പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. പക്ഷെ നമ്മൾ കൂടെ ഉള്ളവർ, അതായത് വേറെ RS ഉള്ള 2-3 പേരെ എനിക്കറിയാം. നമ്മുടെ ഒരു അത്യാവശ്യം അടുത്തൊരു ഫ്രണ്ടുണ്ട്, പുള്ളിക്ക് അത്യാവശ്യം 40 വണ്ടിയിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ അത് BS4 ആണ് വണ്ടി. അപ്പോൾ BS6 വണ്ടിക്ക് ഇത്രയും കിട്ടിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ എന്നായാലും നമ്മൾ ഫൈനലായിട്ടുള്ള മൈലേജ് നമ്മൾ കണ്ടുപിടിച്ചു. വണ്ടി മിസ്സടിച്ച് നിന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയേക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 45 കിലോമീറ്ററാണ് കിട്ടിയേക്കുന്നത്. പിന്നെ നമ്മൾ 40 കിലോമീറ്റർ, അതൊരു 40 കിലോമീറ്റർ കൺഫേം ആയിട്ട് നമ്മൾ RS 200 BS6 കിട്ടും. അതായത് നമ്മൾ ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. ട്രിപ്പ് ചെയ്ത് ഒരു കറക്റ്റ് 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ടാണ് ഇത്രയും മൈലേജ് കിട്ടും. ഇപ്പോൾ നമ്മൾ വണ്ടി ഓണാവുമെന്ന് വെച്ചാൽ ഓണാവും, പക്ഷേ ഇതുണ്ടോ, ഇനി ഓണാവുകയാണെങ്കിൽ കുറച്ച് ദൂരം വേണമെങ്കിൽ ഓടും. പക്ഷേ അത് പമ്പ് പോകുന്നതുകൊണ്ട് മാത്രമാണ്. പമ്പ് അങ്ങനെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പമ്പ് ഉറപ്പായിട്ടും അടിച്ചു പോകും. പമ്പൊക്കെ പോയി കഴിഞ്ഞാൽ നൈസായിട്ടൊരു എല്ലാ ഒരു 7 രൂപ 8 രൂപ വിലയുണ്ട് പമ്പ് മാറി വെക്കുന്നതിന്. അപ്പം നമ്മളങ്ങനെ വറ്റിച്ചല്ല, അതായത് ഒന്ന് മിസ്സടിക്കപ്പോൾ തന്നെ നമ്മൾ വണ്ടി നിർത്തി. അപ്പം RS 200 BS6 ഇത്രയാണ് മൈലേജ് കിട്ടുന്നത്. അപ്പം മൈലേജ് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചു. പിന്നെ നമ്മൾ കമ്പം വരെ വന്നില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നൈസായിട്ട് കഴിക്കാൻ പോവുകയാണ്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, അത്രേ ഉള്ളൂ. പിന്നെ നൈസായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ഒരു വീഡിയോ ഒക്കെ വരുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.